സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്. സോ 2025 പകുതിയോളമായി നമ്മൾ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട ഒരു തമാശയാണ് നമ്മുടെ 71st നാഷണൽ അവാർഡ് പ്രഖ്യാപനം. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെ ആയിരുന്നു അത്. എക്സ്പെഷ്യലി ജവാൻ, കേരള സ്റ്റോറി, ഓക്കെ അങ്ങനെയൊക്കെ അത് നമുക്ക് ഓരോന്നേരമായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ കൂടുതൽ സീരിയസ്ലി ഡിസേർവിംഗ് ആയിട്ടുള്ള കുറച്ച് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് പൂക്കാലത്തിലെ വിജയരാഘവൻ ചേട്ടൻ്റെത്. പിന്നെ നമ്മുടെ വിക്രാന്ത് മാസൈ ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 12th ഫെയിലിലെ ആ ഒരു ആക്ടറാണ്. അതും വളരെ ഡിസേർവ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഉള്ളൊഴുക്കിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത് ഉർവശി ചേച്ചിക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കാമായിരുന്നു, അറിയില്ല. കാരണം പുള്ളിക്കാരി മികച്ച നടിക്കുള്ള അവാർഡ് സ്വീകരിക്കാൻ എന്താ പറയുക ഡിസേർവ്ഡ് ആയിരുന്നു എന്നാണ് പറയാം. കാരണം പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ഇതുവരെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. മുന്നേ എപ്പോഴും ഒരു സഹനടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വാട്ട് എവർ. പിന്നെ എല്ലാവരും ഞെട്ടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു മികച്ച നടനുള്ളത്. സംഭവം ഒരുപാട് സിനിമകൾ ഇറങ്ങിയെങ്കിലും എന്തുകൊണ്ട് ഇവർ ജവാനിലെ ഷാറൂഖ് ഖാന് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ വളരെ വലിയൊരു ഡൗട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ളത്. സംഭവം ഏതൊരു മലയാളിയല്ല, ആ ഒരു ആട് ജീവിതം എന്ന് പറഞ്ഞൊരു പടം കണ്ട ഏത് മനുഷ്യൻ്റെ ചോദിച്ചാലും പറയും ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ എടുത്ത എഫേർട്ട്, ആ ഒരു ഫിലിമിന് വേണ്ടി എടുത്ത എഫേർട്ട് ഏതാണ്ട് 15-16 വർഷത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഒരു ഫിലിമിനെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനും സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ അതൊക്കെ മാറ്റി നിർത്തി ഈ ജവാൻ എന്ന് പറഞ്ഞ സാധാ മാസ് മസാല പടത്തിന് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇതിനേക്കാളും മാസ് മസാല നല്ല വൃത്തിയായി ചെയ്യുന്ന ആളാണ് തലപതി വിജയ്. പുള്ളിക്കാരന് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൊടുക്കാതെ ഇത് ഷാറൂഖ് ഖാൻ തന്നെ കൊടുത്തു എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ മികച്ച നടൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മികച്ച നടന കഴിവ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സീൻസ് ഒന്നും ഞാൻ ഇതുവരെ ജവാനിൽ കണ്ടില്ല. പക്ഷേ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു നടൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ആടുജീവിതത്തിൽ പൃഥ്വിരാജിനെ മാറ്റി നിർത്തി ജവാനിലെ ഷാറൂഖ് ഖാൻ കൊടുക്കുന്നതിൽ എല്ലാവർക്കും എതിർപ്പുണ്ടാവും. പിന്നെ അതുപോലെ നമ്മളെ ഞെട്ടിച്ച ഒരു അവാർഡ് പ്രഖ്യാപനമായിരുന്നു ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് ഫിലിമോഗ്രഫി, ഛായാഗ്രഹണം. ഓയ്യോ, അത് വല്ലാത്ത സംഭവമായി പോയേട്ടാ. ഇത് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച വെച്ചാൽ ഞാൻ 100% ഉറപ്പിച്ച ഒരു കാര്യമാണ്. ഒന്നേ ബ്ലെസ്സിക്ക് കിട്ടും എന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഈ 12th ഫെയിലിലെ ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ പേരെന്തെന്നായിരുന്നു, വിനോദ് ചോപ്ര, അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കിട്ടിയത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട സിനിമയ്ക്ക്, അതും ഒരു ഫേക്ക് ബയോപിക് എന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു സിനിമ എന്ന് പറയാൻ കൊള്ളാൻ മതി, ഒരു സീരിയൽ ലെവൽ സാധനമാണ് ബയോപിക് എന്ന് പറഞ്ഞാൽ അവർ ഇറക്കിയത്. പക്ഷെ അത് ബയോപിക് അല്ല, ഒരിക്കലും അത് ബയോപിക് അല്ല. കാരണം അത് മൊത്തം തള്ളാണ്, മൊത്തം വെടിപ്പടമാണ് അത് മൊത്തം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല ഈ ഒരു ജൂറി നമുക്ക് തന്നിട്ടുള്ളത്. ജൂറിയിൽ നിന്ന് അയാളെ വിളിക്കണമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. കാരണം ചെറിയൊരു അക്ഷരം മാറ്റി വിളിക്കാൻ എനിക്ക് തോന്നി വയ്യ. എമ്പുരാൻ തന്നെ ആയിരിക്കണം അതിനുള്ളൊരു മെയിൻ കാരണം, പൃഥ്വിരാജിൻ്റെ ആ ഒരു അവാർഡ് മുടങ്ങിയതിനെ. അതുപോലെ തന്നെ മികച്ച ഛായാഗ്രഹണം, സിനിമാറ്റോഗ്രാഫി, ഇതും കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറിക്കാണ്. വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ അതിൽ ഓരോ ഫ്രെയിംസോ സീൻസോ എടുത്തു വെച്ച് ഒന്നുമില്ല, ട്രെയിലർ പോലും എടുത്തു വെച്ച് കണ്ടാൽ നമുക്ക് അത്ര അരോചകമായി തോന്നും. അത് മലയാളം നേരെ പറയാറ് ഇവിടുത്തെ മലയാളികൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, എന്തൊരു മണ്ടി. ഐ എം സോ സ്റ്റുപ്പിഡ്. ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. നഴ്സിംഗ് ഈസ് എ മാറ്റർ ഓഫ് ഹ്യൂമാനിറ്റി. സേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നഴ്സിംഗ്. കത്രീന കൈഫിന്റെ കുറച്ച് ചായ ഉണ്ടല്ലേ. അതുപോലെ തന്നെ സീരിയൽ ലെവൽ മേക്കിംഗ്, ഇതൊക്കെയാണ് ഈ ജൂറിയുടെ കണ്ണിൽ ഭയങ്കര മറ്റേ സാധനമായിട്ട് തോന്നിയത്. അപ്പോൾ ആടുജീവിതം നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. ഓരോ വിഷ്വൽസ്, അതിൽ ഓരോ ഷോർട്സ്, അതിൽ വരുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും VFX ഉൾപ്പെടെ വളരെ വൃത്തിക്കും മെനയിലുമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് കിട്ടിയിട്ടില്ല, മികച്ച സിനിമാറ്റോഗ്രഫിയും കിട്ടിയിട്ടില്ല, മികച്ച ഡയറക്ഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടനും ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറും ഇത്രയും നാൾ എടുത്ത എഫേർട്ടിന് ഒരു അർത്ഥമില്ലാതെ പോവുകയാണ് ചെയ്തത്. സോ എനിവേയ്സ് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഒട്ടും ഡിസേർവ്ഡ് അല്ലാത്ത ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ ഈ ഒരു ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞ നടൻ എന്ന് പറഞ്ഞാൽ ചില്ലറ നടനൊന്നുമല്ല, നമുക്കറിയാം വളരെ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ ഒരു നാഷണൽ അവാർഡ് കിട്ടേണ്ട സാഹചര്യങ്ങളിൽ പോലും കിട്ടിയിട്ടില്ല. സോ ഇത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറഞ്ഞാൽ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ഫിലിം അതിന് എതിരായി വന്ന് ട്രോഫി അടിച്ചുകൊണ്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ എനിവേയ്സ് ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡിസേർവ്ഡ് ആണോ ഡിസേർവ്ഡ് അല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയാം. സോ എനിവേയ്സ് ബൈ.